ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമണാം രാമ. ഹരിയോം. പണ്ട് നമ്മുടെ നാടുകളില് വീട്ടിലൊക്കെ നിത്യവും സന്ധ്യാനാമവും സദ്ഗ്രന്ഥങ്ങളുടെ പാരായണവും അതുപോലെ ഗ്രഹസത്സംഗങ്ങളും ഒക്കെ സാധാരണയായിരുന്നു. സദ്ഗ്രന്ഥങ്ങളുടെ പാരായണത്തില് ദിവസവും രാമായണമെങ്കിലും പല വീടുകളിലും പാരായണം ചെയ്തിരുന്നു. എന്നാല് കാലക്രമത്തില് ഇതിന് ലോപം വന്നു തുടങ്ങിയ സമയത്താണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പോലുള്ള ഹൈന്ദവ സംഘടനകളുടെ കൂട്ടായ്മയായ വിശാല ഹിന്ദു സമ്മേളനം ആരാധനായ പരമേശ്വർജിയെ പോലുള്ള വ്യക്തികളുടെ ഉത്സാഹ ഫലമായി 1982 ഏപ്രിൽ 4-5 തീയതികളിൽ എറണാകുളത്ത് വെച്ച് നടന്നത്. അതിന്റെ സമാപന സമ്മേളനത്തില് പ്രഗത്ഭന്മാരായ ഹൈന്ദവ ആചാര്യന്മാർ പങ്കെടുത്തിരുന്നു. അന്ന് മുഖ്യ പ്രഭാഷണത്തിനെത്തിയിരുന്നത് പൂജനീയ ചിന്മയാനന്ദ മഹാരാജായിരുന്നു. അന്ന് ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തി സ്വാമി ചെയ്ത ആവേശോജ്വലമായ പ്രസംഗത്തിലെ ഒരു ആശയമായിരുന്നു കർക്കിടക മാസം രാമായണ മാസമായി ആചരിക്കുവാൻ ശ്രമിക്കണമെന്ന്. സ്വാമിജി കൂട്ടത്തിൽ ഒരു നിർദ്ദേശം കൂടെ വെച്ചിരുന്നു. രാമായണ മാസം നമ്മൾ ആചരിക്കുന്നത് രാമായണ മാസം ഇല്ലാതാവുന്നതിന് വേണ്ടിയാണ്. അതായത് 365 ദിവസവും രാമായണം വായിക്കുന്ന ആ പഴയ സമ്പ്രദായത്തിൽ നാം എത്തണം. വിശാല ഹിന്ദു സമ്മേളനത്തിന്റെ തുടർച്ചയായി എന്റെ സംഘാടക സമിതി പിന്നീട് ഒരു സംഘടനയായി പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയും തുടർന്ന് ആ വർഷം തന്നെ ജൂൺ 6-ന് എറണാകുളത്ത് ചേർന്ന വിശാല ഹിന്ദു സമ്മേളന നിർവഹണ സമിതിയാണ് ആ വർഷം മുതൽ രാമായണ മാസമായിട്ട് ആഘോഷിക്കുവാൻ തീരുമാനിക്കുന്നത്. ആ പ്രഖ്യാപനത്തെ കേരളത്തിലെ പല മാധ്യമങ്ങളും പരിഹാസത്തോടെയും ലേശം പുച്ഛത്തോടെയും ഒക്കെയാണ് റിപ്പോർട്ട് ചെയ്തതെങ്കിലും അതേ മാധ്യമങ്ങൾ പോലും ഇപ്പോൾ കർക്കിടക മാസം എന്ന് പോലും പറയാറില്ല, രാമായണ മാസം എന്നാണ് പറയാറുള്ളത്. കർക്കിടക മാസം 1-ാം തീയതി ഏതെങ്കിലും ഒരു മുത്തശ്ശി രാമായണം വായിക്കുന്ന ചിത്രവും ദിവസവും രാമായണ വിചാരങ്ങളും രാമായണത്തെ അടിസ്ഥാനമായ ക്വിസ് പ്രോഗ്രാമുകളും രാമായണ പാരായണ പരിപാടികളും ഒക്കെയായി ഇന്ന് മലയാള പത്ര മുത്തശ്ശിമാർ മത്സരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും കഴിഞ്ഞ 4 ദശകങ്ങളായി കേരളത്തില് രാമായണ മാസാചരണം അതിഗംഭീരമായി നടക്കുന്നുണ്ട്. മാത്രമല്ല, മലയാളികൾ എവിടെയൊക്കെ താമസിക്കുന്നുണ്ടോ അവിടെയൊക്കെ ലോകമെമ്പാടും ഇത് വളരെ വിപുലമായി ഇന്ന് ആചരിച്ചു വരുന്നുണ്ട്. ഇന്ന് എല്ലാ ഹൈന്ദവ ഭവനങ്ങളിലും ക്ഷേത്രങ്ങളിലും വിദ്യാലയങ്ങളിലും ഒക്കെ രാമായണ പാരായണവും രാമായണ പ്രഭാഷണങ്ങളും നടന്നു വരുന്നു. പക്ഷെ പൂജ്യ ചിന്മയാനന്ദ സ്വാമിജി പറഞ്ഞതുപോലെ ദിവസവും രാമായണം വായിക്കുന്ന സംസ്കാരത്തിലേക്ക് ഇനിയും നാം യാത്ര ചെയ്യേണ്ടതുണ്ട്. വിദേശ മിഷണറിമാരും മുഗളന്മാരും ഒക്കെ പല പരിശ്രമങ്ങളും നടത്തിയിട്ടും ഇവിടെ വലിയ തോതിലുള്ള ഒരു മതപരിവർത്തനം നടത്തുവാൻ സാധിക്കാത്തതിന്റെ മുഖ്യ കാരണം നമ്മുടെ കെട്ടുറപ്പുള്ള കുടുംബ വ്യവസ്ഥയായിരുന്നു. ഭാരതത്തിൽ നിലനിൽക്കുന്ന ഈ കുടുംബ ഐക്യം പലർക്കും ഒരു അത്ഭുതമായിരുന്നു. നമ്മുടെ പൂർവികന്മാര് നമുക്ക് കാണിച്ചു തന്ന ശ്രേഷ്ഠമായ വിചാരങ്ങളും ആചാരങ്ങളും നാം പിന്തുടർന്നു പോകുന്നു. തലമുറകളായി കൈവന്ന വിചാരധാരകൾ നാം അനുഷ്ഠിച്ചപ്പോൾ അത് ആചാരമായിട്ട് മാറി. അത് അടുത്ത തലമുറയ്ക്ക് പ്രചോദനം കൊടുത്തപ്പോൾ അത് പ്രചാരമായിട്ട് മാറി. വിചാരം, ആചാരം, പ്രചാരം. ഇവിടെ സംഘടിതമായ ഒരു മതപ്രചരണം ആവശ്യമില്ലായിരുന്നു. കുടുംബത്തെ ഓരോ അംഗവും കണ്ടു വളരുന്നത് അവരെ മുതിർന്ന അംഗങ്ങളുടെ ആചാരങ്ങളായിരുന്നു. എന്നാല് നമ്മുടെ ശ്രുതികളുടെയും സ്മൃതികളുടെയും പുരാണ ഇതിഹാസങ്ങളും ഒക്കെ ശ്രേഷ്ഠമായ കുടുംബ വ്യവസ്ഥ അനുശാസിക്കുന്ന അനേക ദൃഷ്ടാന്തങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അവയുടെയൊക്കെ പാരായണം പഠനം ഒക്കെ നമ്മുടെ ഗ്രഹാന്തരീക്ഷത്തെ ശക്തിപ്പെടുത്തി.
എന്നാല് 1921 മാപ്പിള ലഹളയും തുടർന്ന് 1930-40 കാലഘട്ടങ്ങളില് ഇവിടെ ഉണ്ടായ ചില വിപ്ലവ പാർട്ടികളും വിപ്ലവ നേതാക്കന്മാരും ഒക്കെ നമ്മുടെ സംസ്കാരത്തിന് വലിയ ക്ഷതമാണ് വരുത്തി വെച്ചത്. രാമായണം മഹാഭാരതവും ഒക്കെ കത്തിക്കണമെന്നും ക്ഷേത്രങ്ങളൊക്കെ അനാചാരങ്ങളുടെ കൂത്തരങ്ങാണെന്നും സംഘടിതമായ ഒരു പ്രചാരം ഈ നാട്ടിൽ വ്യാപകമായി ഉണ്ടായി. പുതിയ തലമുറയിലെ നല്ലൊരു വിഭാഗം ജനങ്ങളും അതിൽ ആകൃഷ്ടരായി. അങ്ങനെ നമ്മുടെ സംസ്കാരത്തിന് വലിയൊരു ചുതി സംഭവിച്ച കാലഘട്ടത്തിലാണ് മുഴുവൻ ഹൈന്ദവ സംഘടനകളുടെയും ഏകോപനവും വിശാല ഹിന്ദു സമ്മേളനവും ഒക്കെ ഇവിടെ നടന്നത്. നമ്മുടെ കുടുംബങ്ങളില് നിത്യവും രാമായണ പാരായണം നടന്നിരുന്നുവെങ്കിൽ ഇന്നത്തെ പല കുടുംബ പ്രശ്നങ്ങളും ഒഴിവാകാമായിരുന്നു. കാരണം ഇത്രയും ശ്രേഷ്ഠമായ ഒരു കുടുംബ കഥ നമുക്ക് എവിടെ കാണാൻ സാധിക്കും? ഇതിലെ ഓരോ കഥാപാത്രങ്ങളും നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായ സന്ദേശങ്ങളാണ് നൽകുന്നത്. 14 വർഷത്തെ വനവാസത്തിന് ശേഷം ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും ഒക്കെ തിരിച്ച് അയോധ്യയിലേക്ക് വരുന്നു. പുഷ്പവിമാനത്തില് അനേകം വാനരസേനയോടുകൂടിയുള്ള യാത്ര. വരുന്ന വഴിയില് ഓരോ ആശ്രമങ്ങളും ഇറങ്ങിയാണ് വരുന്നത്. അവരോടൊക്കെ രാവണന്റെ വധ വാർത്തയും അതുപോലെ രാക്ഷസ നാശത്തിന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ അവരെ ധരിപ്പിക്കാൻ. കാരണം വനത്തിലേക്ക് പോയ സമയത്ത് ഈ രാവണ നിഗ്രഹത്തിനുള്ള അനുമതിയൊക്കെ വാങ്ങിയിട്ടാണ് പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും തിരിച്ചു വരുമ്പോൾ ആ സന്തോഷ വാർത്ത അവരെയൊക്കെ അറിയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു ദിവസം ശ്രീരാമചന്ദ്രജി ഓർത്തത്, നാളെ 14 വർഷം പൂർത്തിയാകുന്ന ദിവസമാണ്. അയോധ്യയിൽ താൻ എത്തിയില്ലെങ്കിൽ ഭരതൻ അഗ്നിപ്രവേശം ചെയ്യും. അതുകൊണ്ട് ഉടൻ തന്നെ ഹനുമാനെ ദൂതനായിട്ട് അയോധ്യയിലേക്ക് അയക്കുന്നു. ഹനുമാൻ അയോധ്യയിൽ നിന്നും ഒരു 30 കിലോമീറ്റർ അകലെയുള്ള നന്ദിഗ്രാമിന് താപസവേഷത്തിൽ നിന്ന് നാട് ഭരിക്കുന്ന ഭരതന്റെ അടുത്തെത്തുമ്പോൾ കണ്ട കാഴ്ച. പിറ്റേന്ന് ശ്രീരാമചന്ദ്രജി എത്തിയില്ലെങ്കിൽ അഗ്നിപ്രവേശനത്തിന് തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഭരതനെയാണ്. ഒരു വശത്ത് ശ്രീരാമചന്ദ്രൻ എത്തിയ സ്വീകരിക്കാനുള്ള രഥവും ഒരുക്കി നിർത്തിയിരിക്കുന്നു. കാരണം കുറെ ദിവസങ്ങളായി ദൂതന്മാരെ പല ദിക്കിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു രാമചന്ദ്രന്മാരെ ആഗമന വാർത്ത അറിയുവാൻ വേണ്ടി. പക്ഷേ ഒരു വിവരവും കിട്ടിയിട്ടില്ല. ഈ പുഷ്പവിമാനം കിട്ടിയ കാര്യമൊന്നും ഭരതൻ അറിയില്ലല്ലോ. അപ്പൊ രാമന്റെ ആഗമന വാർത്ത ഹനുമാനം ശ്രവിച്ച ആ സമയത്ത് താൻ ഇന്നുവരെ അനുഭവിക്കുന്ന അധികാരം നഷ്ടപ്പെട്ടു പോകുമല്ല എന്ന് യാതൊരു ചിന്തയുമില്ലാതെ രാമനെ സ്വീകരിക്കുവാൻ അയോധ്യയിലേക്ക് ആ രഥവും വലിച്ചുകൊണ്ട് പോകുന്ന ഭരതശത്രുഘ്നന്മാരെ കാണുമ്പോൾ ഹനുമാൻ ഒരു സംശയം. ഇതിപ്പോൾ ഏത് സഹോദരനാണ്, ആരാണ് കേമനാണ്? സ്നേഹത്തിന് വേണ്ടി പരസ്പരം മത്സരിക്കുന്ന സഹോദരന്മാരുടെ കഥയാണ് രാമായണം പറയുന്നത്. ഇനി ഇവരുടെ ഭക്തിമാരുടെ അവസ്ഥ, ശ്രുതകീർത്തിയും മണ്ഡവിയും. ഈ 14 വർഷത്തിനിടയില് ഒരിക്കൽ പോലും അവര് അയോധ്യ രാജധാനി വിട്ടുകൊണ്ട് ഈ നന്ദിഗ്രാമം കേവലം 30 കിലോമീറ്ററോളം അകലെ മാത്രമേ ഉള്ളൂ. പക്ഷേ അവിടെ തങ്ങളുടെ ഭർത്താക്കന്മാരെ കാണാൻ ഒരിക്കൽ പോലും വന്നിട്ടില്ല. സ്നേഹമില്ലാഞ്ഞിട്ടൊന്നും അല്ല. അന്ന് ഇതുപോലെ ചാറ്റ് ചെയ്യാനോ വാട്സപ്പോ മൊബൈലോ ഒന്നുമില്ലാത്ത കാലമാണ്. പക്ഷേ ഒരിക്കൽ പോലും തങ്ങളുടെ ഭർത്താക്കന്മാരെ കാണുവാനായിട്ട് അങ്ങോട്ട് എത്തിയിരുന്നില്ല. കാരണം അവരുടെ കൂടെ മറ്റൊരു സഹോദരി ഉണ്ടായിരുന്നു, ഊർമിള, ലക്ഷ്മണന്റെ പത്നി. 4 വർഷം മുമ്പ് രാമനെ സേവിക്കാൻ വേണ്ടി പോയതാണ്. ജീവിച്ചിരിപ്പുണ്ടോന്ന് പോലും അറിയില്ല. അവൾക്ക് കിട്ടാത്ത ഒരു സൗഭാഗ്യവും തങ്ങൾക്ക് വേണ്ട എന്ന് സ്വയം നിശ്ചയിച്ചുകൊണ്ട് ആ കൊട്ടാരത്തിന്റെ അന്തഃപുരത്തിൽ കഴിഞ്ഞ ശ്രുതകീർത്തിയും മണ്ഡവിയും. സ്നേഹത്തിന് വേണ്ടി പരസ്പരം മത്സരിക്കുന്ന സഹോദരിമാരുടെ കഥയാണ് രാമായണം പറയുന്നത്. സുമിത്ര മാതാവ് രാമായണത്തിലെ മറ്റൊരു നിശബ്ദമായ കഥാപാത്രമാണ്. ഒരു കുടുംബത്തിലെ ആഭ്യന്തര പ്രശ്നങ്ങളിലൊക്കെ പെട്ട് തകർന്നുകൊണ്ടിരുന്നപ്പോൾ ആ പുത്രവധുക്കളെയൊക്കെ ചേർത്ത് നിർത്തി പുത്രദുഃഖത്താലും ഭർത്തൃവിയോഗത്താലും തകർന്ന കൗസല്യാദേവിയെ സാന്ത്വനിപ്പിക്കുന്ന സുമിത്ര മാതാവ്, അതുപോലെ എല്ലാവരാലും വെറുക്കപ്പെട്ട ആ ഒരു കൈകേയി മാതാവിനെ ആശ്വസിപ്പിക്കുന്ന സുമിത്രാജി, വനവാസത്തിന് പോയ സ്വന്തം പുത്രന് ഏറ്റവും ശ്രേഷ്ഠമായ ഉപദേശം നൽകിയ സുമിത്ര മാതാവ് നമുക്ക് എന്തെല്ലാം സന്ദേശങ്ങളാണ് നൽകുന്നത്. അതുപോലെ സീതാദേവി
കാട്ടിലെ മനോഹാരിതയൊക്കെ കണ്ട് ആ വന ഭംഗിയൊക്കെ ആസ്വദിച്ച് നടക്കുമ്പോൾ ഒരിക്കല് സീത ശ്രീരാമചന്ദ്രജിയോട് പറഞ്ഞത്രേ, ഈ വനം എത്ര സുന്ദരമാണ്, ഈ ആശ്രമ അന്തരീക്ഷങ്ങളൊക്കെ എത്ര സുന്ദരമാണ്. 14 വർഷം കഴിഞ്ഞാലും നമുക്ക് തിരിച്ച് അയോധ്യയിലേക്കൊന്നും പോകണ്ട, അവശേഷിക്കുന്ന കാലവും കൂടി ഈ വനത്തിൽ തന്നെ നമുക്ക് കഴിച്ചുകൂടാം, ഭരതൻ രാജ്യം ഭരിക്കട്ടെ എന്ന്. വാസ്തവത്തില് ഈ വാക്കുകള് ശ്രീരാമചന്ദ്രജിക്ക് അത്യധികം ആനന്ദം നൽകി. കാരണം രാജകുമാരിയാണ്, എല്ലാവിധ സൗഭാഗ്യങ്ങളോടുകൂടി കൊട്ടാരത്തിൽ കഴിഞ്ഞ ആളാണ്. തന്റെ കൂടെ കൂടിയതിനു ശേഷമാണ് ഈ കഷ്ടപ്പാടും വനവാസവും ഒക്കെ വേണ്ടി വന്നത്. അപ്പൊ ഇതുവരെ അതിന് കാരണക്കാരായ ആ കൈകേയിയോ മന്ത്രയോ പഴിച്ചുകൊണ്ട് ഒരു വാക്ക് പോലും പറഞ്ഞില്ലെന്ന് മാത്രമല്ല, ഇനി അവശേഷിക്കുന്ന കാലം കൂടി ഈ വനത്തിൽ കഴിച്ചുകൂട്ടാമെന്ന് സന്തോഷപൂർവ്വം സീതാദേവി പറഞ്ഞപ്പോള് ശ്രീരാമൻ പറഞ്ഞത്രേ, നിന്റെ വാക്കുകൾ തന്നെ നിന്റെ കുലമഹിമ വെളിപ്പെടുത്തുന്നു, എത്രയായാലും നീ ജനകാത്മജിയല്ലേ എന്നാണ് പറയുന്നത്. നമ്മുടെയൊക്കെ മക്കളെ ഈ വിധം വളർത്തിക്കൊണ്ടുവന്നു കഴിഞ്ഞാല് ചെറുപ്പത്തിലെ ശ്രേഷ്ഠമായ ഇതുപോലുള്ള മാതൃകകളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പെൺകുട്ടികൾ എല്ലായിടത്തും മാനിക്കപ്പെടുമായിരുന്നു. അവർ എത്തിച്ചേരുന്ന ഗ്രഹത്തിൽ അവർ ഏറ്റവും അധികം ആദരിക്കപ്പെടുമായിരുന്നു. മാത്രമല്ല ഒരിക്കലും അവർ ഇരകളാക്കപ്പെടുമായിരുന്നില്ല. ശ്രീരാമനെ എന്ന ആ ആദർശ പുരുഷനെ മനസ്സിലെത്തിയ ഒരു ആൺകുട്ടിയും ഒരിക്കലും ഒരു വേട്ടക്കാരനാകാനും സാധിക്കുമായിരുന്നില്ല. മകനായും ശിഷ്യനായും ഭർത്താവായും രാജാവുമായും ഒക്കെയുള്ള ശ്രീരാമചന്ദ്രന്റെ വ്യത്യസ്തമായ ഭാവങ്ങൾ നാം രാമായണത്തിൽ കാണുന്നുണ്ട്. കൗസല്യാദേവിയുടെയും ദശരഥന്റെയും പ്രിയപുത്രനായി ആനന്ദവും സ്നേഹവും ഒക്കെ ചൊരിയുന്ന നല്ല ഒരു പുത്രന്റെ റോൾ ചെയ്യുവാൻ പക്ഷേ വസിഷ്ഠ മഹർഷിയിൽ നിന്നും അതിഗഹനങ്ങളായ ആധ്യാത്മിക തത്വങ്ങൾ ഗ്രഹിക്കുമ്പോൾ ഒരു ഉത്തമ ശിഷ്യന്റെ ഭാവത്തിലായി മാറുന്നു. അതുപോലെ വിശ്വാമിത്രന്റെ കൂടെ യാഗരക്ഷയ്ക്ക് പോകുന്ന ആ സമയത്ത് താടകാവധവും ജനകന്റെ കൊട്ടാര സന്ദർശനവും തുടർന്നുണ്ടാവുന്ന സംഭവങ്ങളിലെല്ലാം ശരിയായ ഒരു ശിഷ്യന്റെ ഗുണങ്ങൾ നമുക്കൊക്കെ മാതൃകയാണ്. രാജാവെന്ന നിലയില് തന്റെ കർത്തവ്യങ്ങൾ നിർവഹിക്കുമ്പോൾ വ്യക്തിബന്ധങ്ങളെ പോലും ബലി കഴിക്കുന്നു. അങ്ങനെ ഒരു രാമനെയാണ് വാൽമീകി അവതരിപ്പിച്ചിരിക്കുന്നത്. സീതയെ സർവസമർപ്പണത്തിന്റെയും ഭാവമായിട്ടാണ് രാമായണത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. കൈകേയി സീതയ്ക്ക് ധരിക്കുവാൻ വേണ്ടി വനവാസ സമയത്ത് മരവുരി നൽകുമ്പോൾ സകലരും അതിനെ പഴിക്കുന്നുണ്ട്. എന്നാൽ സീതയ്ക്ക് യാതൊരു പരിഭവവുമില്ല. ഭർത്താവ് വനവാസിയാണെങ്കിൽ ഭാര്യയും അങ്ങനെ തന്നെ എന്ന ഭാവം. ആകെ ഒരു പിഴവേ സംഭവിച്ചുള്ളൂ, ലക്ഷ്മണനെ ഒന്ന് സംശയിച്ചതും പരുഷമായി സംസാരിച്ചതും. അതിന് വലിയ വില ജീവിതത്തിൽ കൊടുക്കേണ്ടിയും വന്നു. 14 വർഷത്തേക്ക് അതുപോലെ ഭരതനെ യാഗത്തിന്റെ മൂർത്തിയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 14 വർഷത്തേക്ക് ശത്രുക്കളില്ലാതെ ലഭിച്ച ചക്രവർത്തി പദം. പക്ഷെ ജ്യേഷ്ഠൻ രാജാവാകുക എന്നത് ഇക്ഷ്വാകു വംശത്തിന്റെ പാരമ്പര്യമാണ്. അതിനുവേണ്ടി ചെയ്ത ത്യാഗങ്ങൾ എത്രമാത്രമാണ്. ഇന്നത്തെ കാലത്ത് ആലോചിച്ച് നോക്കൂ. അധികാരം ഏത് വിധേനയും കൈക്കലാക്കാനും ഇനി കിട്ടിയ അധികാരം ആ അധികാര കസേര ജീവിത അവസാനം വരെ നിലനിർത്തുവാനും എന്ത് നീച പ്രവൃത്തിയും ചെയ്യാൻ മടിക്കാത്ത നേതാക്കന്മാരെയൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇവിടെയൊക്കെയാണ് ആ ഭരതന്റെ മഹത്വം നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്. അവസാനം രാമന്റെ നിർബന്ധ പ്രകാരവും വസിഷ്ഠന്റെ ഉപദേശപ്രകാരവും മാത്രമാണ് ഭരണഭാരം ഏൽക്കുവാൻ ഭരതൻ തയ്യാറാവുന്നത്. എന്നിട്ടും അയോധ്യയിൽ ഇരുന്ന് ഭരിച്ചിട്ടില്ല. നന്ദിഗ്രാമത്തിലിരുന്നുകൊണ്ട് താപസവേഷധാരിയായി ജടാവൽക്കലങ്ങളൊക്കെ ധരിച്ച് എല്ലാ കാര്യവും സിംഹാസനത്തിലിരിക്കുന്ന രാമവാദങ്ങളിൽ സമർപ്പിച്ച് മാത്രം ഭരണം നടത്തി. ഭരണവും ഒട്ടും മോശമായില്ല. ദശരഥൻ ഭരിച്ചതിനേക്കാൾ രാജ്യത്തിന് വിസ്തൃതിയും സമ്പത്തും ഒക്കെ കൂടി. ശത്രുഘ്നൻ ഇതിനെല്ലാം ഒരു തുണയായി കൂടെ ഉണ്ടായിരുന്നു. ഇനി ലക്ഷ്മണന്റെ കാര്യം, 14 വർഷക്കാലം ഉറക്കത്തെ പോലും ഉപേക്ഷിച്ചുകൊണ്ട് രാമനും സീതയ്ക്കും സംരക്ഷണമൊക്കെ ഒരുക്കി സേവനത്തിന്റെ ഉദാത്ത മാതൃക കാണിച്ചയാൾ. ഇങ്ങനെ സ്നേഹത്തിന് വേണ്ടി പരസ്പരം മത്സരിക്കുന്ന സഹോദരി സഹോദരന്മാരുടെയൊക്കെ ശ്രേഷ്ഠമായ കുടുംബ കഥയാണ് രാമായണം പറയുന്നത്. നിർഭാഗ്യവശാല് ഇനി നമ്മുടെ കുട്ടികൾക്ക് ഈ ശ്രുതകീർത്തിയെയും മാണ്ഡവിയും ഒന്നും അല്ല അവർ പരിചയപ്പെടുന്നത്. അവർ കൈകേയിമാരുടെയും മന്ത്രമാരുടെയും കഥകളൊക്കെയാണ് ഇന്ന് സിനിമയിലും സീരിയലിലൂടെ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്.
അതിലൂടെ രാക്ഷസീയ സ്വഭാവമുള്ള കുറെ സ്ത്രീകളെ അവതരിപ്പിക്കുന്ന തകരുന്ന ഹിന്ദു കുടുംബങ്ങളുടെ കഥകൾ മാത്രമാണ് ഇന്ന് സന്ധ്യാസമയങ്ങളിൽ പല കുടുംബങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവണന്മാർക്കും ദുശാസനന്മാർക്കും വീരപരിവേഷം നൽകുന്ന സിനിമകളാണ് ഇന്നത്തെ യുവതലമുറ കാണുന്നത്. വർദ്ധിച്ചു വരുന്ന വിവാഹമോചനങ്ങള്, അതുപോലെ തന്നെ മാസത്തിൽ ഒരിക്കൽ ഒക്കെ കുടുംബ കോടതിയിൽ വെച്ച് കൈമാറ്റം ചെയ്യപ്പെടുന്ന അച്ഛന്റെയും അമ്മയുടെയും കൂടെ താമസിക്കേണ്ടി വരുന്ന മക്കള്, സ്ത്രീധനത്തിന്റെ പേരിലുള്ള ആത്മഹത്യകൾ, കൊലപാതകങ്ങൾ എല്ലാം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളരെ വ്യാപകമാകുന്നു. പല കുടുംബങ്ങളും, പ്രത്യേകിച്ചും ഹൈന്ദവ കുടുംബങ്ങൾ, ശൈഥല്യത്തിന്റെ വക്കിലാണ്. രാമായണം പോലുള്ള ശ്രേഷ്ഠമായ ഒരു കുടുംബകഥ നിത്യവും പാരായണം ചെയ്യുകയും കേൾക്കുകയും അതിൽ ശ്രേഷ്ഠ കഥാപാത്രങ്ങളെയൊക്കെ സംശീകരിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ നാട് രാമരാജ്യമാവും, സംശയമില്ല. അതിനാല് പാഞ്ചജന്യം ട്രസ്റ്റ് നടത്തുന്ന ഈ ഒരു രാമായണ പരിപാടികൾ, രാമായണ മാസ പരിപാടികൾ, രാമായണത്തിന്റെ സന്ദേശങ്ങൾ അനേകരിൽ എത്തിക്കുവാൻ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വാക്കുകള് രാമപാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഇത് ശ്രവിക്കുന്ന എല്ലാവർക്കും സാദര പ്രണാമം. ജയ് ശ്രീറാം. ഹരി ഓം.